എവിടെ എവിടെ എവിടെ? ആ, അതാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ഇന്ന് നമ്മുടെ മുട്ടായി തെരുവിലാണ് പണി. നമ്മുടെ ഷോപ്പിൻ്റെ ബിൽഡ് ഫൈനലി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഫുള്ളാക്കാൻ കഴിയുമോ എന്ന് മാക്സിമം നോക്കാം. കാരണം വലിയൊരു ബിൽഡാണ്. കാണുമ്പോൾ ചെറുതായിരിക്കും, ബട്ട് എനിക്ക് വലുതാണ് ഗൈസ്. ആൻഡ് ഓൾസോ ഒരു യുണീക്ക് സ്റ്റൈലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞങ്ങ് നീട്ടുന്നില്ല. നിങ്ങൾ പോയിട്ട് ഇൻട്രോ കണ്ടിട്ടോ. സോ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ ബിൽഡായതുകൊണ്ട്, അതായത് നമ്മൾ പ്ലോട്ട് കുറച്ച് ഒരു 2 ബ്ലോക്കാണ് മാറിയിട്ടുള്ളത്. പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ആൻഡ് ഒരു യുണീക്ക് സ്റ്റൈലുള്ള ഒരു ബിൽഡാണ്. ആൻഡ് അതുകൊണ്ടാണ് നമ്മൾ റീപ്ലേ മോഡ് എടുത്ത് ഫൈനലി ഞാൻ റീപ്ലേ മോഡ് കയറ്റി ഗൈസ്. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോയിൽ മാക്സിമം റീപ്ലേ മോഡ് ആഡ് ആക്കാൻ നോക്കാം. അറിയാത്തവർക്ക് പറഞ്ഞാൽ ഇത് ഒരു സ്റ്റോൺ ഷോപ്പാണ്. ഓൾസോ നമ്മൾ മഴയത്തും വെയിലത്തും എല്ലാം പണിയെടുത്ത് പതുക്കെ പതുക്കെ ചെയ്ത് ഇത് കണ്ടാൽ തോന്നുന്നു എനിക്കറിയില്ല. എനിവേ ഇതൊരു സ്റ്റോൺ ഷോപ്പാണ്. ഞാൻ നമ്മളെ ന്യൂ മെമ്പറായിട്ടുള്ള വൈറ്റ് ലിസ്റ്റിൽ ഒരാളെ ന്യൂ ആഡാക്കി. ബ്രോയുടെ പേരെന്തായിരുന്നു? SCJ എന്ന് പറഞ്ഞ പേര്. ആ ബ്രോ നമ്മളെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ബ്രോ കുറച്ച് പോയി. നമ്മൾ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത്. പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ കെട്ടിപ്പൊക്കി നമ്മുടെ ഒരു ടെമ്പിൾ മോഡലാണ്. ഒരു ഗ്രീക്ക് ടൈപ്പ് ടെമ്പിൾ. ഗ്രീക്കുകാരെ ടെമ്പിൾ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ബട്ട് ഒരു ട്യൂട്ടോറിയൽ നോക്കിയാൽ ചെയ്ത്, ബട്ട് അതിനും കുറേ ഡിഫറെൻ്റ് ആണ്. ഞാൻ യൂസ് ചെയ്ത ബ്ലോക്സും പിന്നെ ഡയമെൻഷനും കാര്യങ്ങളും, അതായത് സൈസും കാര്യങ്ങളൊക്കെ അതിന് നല്ല ഡിഫറെൻ്റ് ആണ്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള സംഗതികളൊക്കെ ഞാൻ ആഡാക്കി. ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും അവരുടേതല്ല. കാരണം അവരൊരു വീട് പോലെ ചെയ്ത് നമ്മളൊരു ഷോപ്പ് പോലെ ചെയ്യുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഫാൻറ്റം കൊണ്ട് ശല്യമായിരുന്നു കഴിച്ചു. ഫാൻറ്റം കൊണ്ട് ശല്യമായിരുന്നു പറഞ്ഞാൽ വൻ ശല്യമായിരുന്നു. ഞാൻ കുറേ ഫാൻറ്റം വന്നു, നമ്മൾ അടിച്ചോടിച്ചു. ഞാൻ കുറേ മിസ്ക്ലിക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. റീപ്ലേ മോഡ് ആയതുകൊണ്ട് പ്രശ്നമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ബോറടിച്ച് മരിച്ചായിരുന്നു. പിന്നെ നമ്മൾ റൂഫും കാര്യങ്ങളും ഒരു നോർമൽ സ്ലാബ് കൊണ്ടുള്ള ഡിസൈൻ കെട്ടി സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ബിൽഡ്. ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്നൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫ്രീ ക്യാം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട് അത് ബിൽഡെന്ന് കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇത് സ്റ്റോൺ ഷോപ്പാന്ന് കണ്ടാൽ തോന്നുമെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് പരിപാടി, ടെറോഫോമിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ക്യാമറ കഴിഞ്ഞ് ചെയ്യും. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ നോക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഷോപ്പിലുള്ള ചെസ്റ്റ് വെക്കാനുള്ള കുറച്ച് സ്റ്റാൻഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ പൊട്ടിച്ചിട്ട് സ്ലാബ് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെസ്റ്റ് സെറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ആഡാക്കാൻ ഉദ്ദേശിക്കുന്ന 4 ടൈപ്പ് ബ്ലോക്സ് ആണ്. അതായത് സ്റ്റോണ്, ഡീപ് പ്ലേറ്റ്, കോബിൾ സ്റ്റോണ്, പിന്നെ നെതർ ഓപ്പൺ ആയതിൻ്റെ ശേഷം ബസാൾട്ടും. മിസ്ക്ലിക്കാണ് ഗൈസ്. മടുത്ത് ഇങ്ങനെ വലിയ എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ മടുക്കും. എനിക്ക് ബിൽഡ് ചെയ്യാൻ നല്ല ഇഷ്ടപ്പെട്ടു. മിസ്ക്ലിക്കാണ് പ്രശ്നം. മോതറോജറിൽ കളിക്കുമ്പോൾ എനിക്ക് നല്ല മിസ്ക്ലിക്ക് വരും. ഓക്കെ, ഇത് കഴിഞ്ഞു. ചുമ്മാ നമുക്കിനി ജസ്റ്റ് ഇവിടെ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്കൊന്ന് അവിടെ ഫില്ലാക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഷോപ്പ് പോലെ ഉണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇനി നമുക്ക് സ്ലാബ് കുറച്ച് ബാക്കിയുണ്ട്. ഇങ്ങനെ ഒന്ന് തട്ട് പോലെ ഒരു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി തട്ട് പോലെ ജസ്റ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പരിപാടികൾ കാര്യങ്ങൾ ഇനി. പിന്നെ ഞാൻ സ്റ്റോൺ കുറേ നേരം AFK എന്നിട്ട് ഒരു ഡബിൾ ചെസ്റ്റ് ഫുൾ ഒരു സിംഗിൾ ചെസ്റ്റ് ഫുൾ സ്റ്റോൺ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചെസ്റ്റ് വെക്കുക 1 2 3 4. ഓക്കെ, ഇനി ഇത് ഷോപ്പ് ആക്കണമെങ്കിൽ നമുക്ക് സൈൻ ബോർഡ് വേണം.
സൈൻ ബോർഡ് ഓൾറെഡി നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. അത് നമ്മളെ പ്ലോട്ടിൻ്റെ റൈറ്റ് ചെയ്തേക്കണ അതേ സൈൻ ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ചെസ്റ്റിലുള്ളതെല്ലാം എടുത്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്യണം. അതിന് മുമ്പ് ഐ തിങ്ക് ഡയമണ്ട് വേണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ബേസിൽ പോയിട്ട് ഡയമണ്ട് ഉണ്ടോ നോക്കാം. ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇല്ലെങ്കിൽ നമുക്ക് സീച്ചയോട് ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ ബേസ് പോയപ്പോഴാണ് ഓർത്തത് നമ്മുടെ ബേസിലെ ഡയമണ്ട് ആകെ 4 ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ടാണ് നമുക്ക് ആ നിലത്തേക്ക് ഇട്ട പിക്കാക്സ് നമ്മൾ മേടിച്ച്. സിൽ ടച്ച് എഫിഷ്യൻസി 3 അങ്ങനെ കുറച്ച് എൻചാൻമെൻറ്റുള്ള. അപ്പം സീജെ ആണിത്. സീജെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മതിയോ എന്ന് ചോദിച്ചു. നമുക്ക് തിരിച്ചു കൊടുക്കാം. ആ ഷോപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ഉടനെ തിരിച്ചു കൊടുക്കാം. നമുക്ക് അവൻ എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, എന്നിട്ട് അത് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം മതി. ഇവിടെ തന്നെയാണോ? അല്ല, അങ്ങോട്ടാണ്. അങ്ങോട്ട്. അപ്പോൾ ഷോപ്പിലോട്ട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. കുറച്ച് നടക്കാനല്ലേ. ഫുഡാ ചോദിക്കുന്നത്? ഫുഡേ ഉള്ളൂ കയ്യിൽ, ഫുഡേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഷോപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോഴുള്ള ലുക്ക് കണ്ട ഗൈസ്. വെറൈറ്റി തന്നെ. നമുക്ക് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിനുള്ള പരിപാടി നോക്കാം. ഷോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഇതെടുത്തിട്ട് ഇങ്ങനെയല്ല, ഇതെടുത്തിട്ട് തുറക്കണം. അപ്പോൾ ഒരു ഡയമണ്ട് ഇവിടെ വെച്ച് കൊടുക്കുക. പിന്നെ എന്താണോ നമുക്ക് വെക്കേണ്ടത് അത് നമുക്ക് ചിലപ്പോൾ ഇത് ബ്ലോക്കിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഇവിടെ ഡിസ്പ്ലേറ്റ്. ഓക്കെ, ഡിസ്പ്ലേറ്റ് ഇതിലില്ലല്ലോ. നമുക്ക് ഡിസ്പ്ലേറ്റ് അവൻ്റെ ജസ്റ്റ് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം എടുക്കാം. അവിടെ ഡിസ്പ്ലേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ഇവിടെ നിന്ന് എടുക്കുക. 2 സ്റ്റാക്ക്. ഒന്ന് തിരിച്ച് നമുക്ക് വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇതെടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീണ്ടും. ഓക്കെ, ഡയമണ്ട് എടുക്കുക. പ്രൈസിൻ്റെ അവിടെ വെക്കുക. ഡീസ്ലേറ്റ് എടുക്കുക. 2 സ്റ്റാക്ക്. അങ്ങനെയല്ലേ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കോബിൾ സ്റ്റോൺ. ഓക്കെ, 2 സ്റ്റാക്ക്, ഒരു ഡയമണ്ട്. അപ്പുറത്ത് നമുക്ക് ബസാൾട്ട സെറ്റ് ചെയ്യേണ്ടത്. നമുക്കിനി വേണ്ട ഡയമണ്ട് തിരിച്ചു കൊടുക്കാം. ഡയമണ്ട് അവിടെ ശരി, വരുമ്പോൾ നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ ചെസ്റ്റ് മേൽ എഴുതട്ടെ. ഓക്കെ, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ബസാൾട്ട് നമുക്ക് കമ്മിങ് സൂൺ ചെയ്താൽ. ഇനിയുള്ള പണി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം, ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഗ്ലാസ് തുറക്കുക. തീം സൗണ്ട് മാറ്റട്ടെ. ഇതിൻ്റേത് ആമത്തിസ്റ്റ് ആക്കാം. ഓക്കെ, ഇനി സ്റ്റോക്ക് ചെയ്യണം. സ്റ്റോൺ എടുക്കുക. സ്റ്റോണെല്ലാം അതിലേക്ക് വെക്കണം. മിക്കവാറും ഞാൻ 1.5 സ്റ്റാക്ക് ആക്കാനാണ് ചാൻസ്. കുറച്ച് ടൂ മച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നെയിം മാറ്റണം. അപ്പോൾ നെയിം മാറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കുറേ ടൈപ്പ് ചെയ്യണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് എനിക്കൊരു പ്ലാനിങ് ഇല്ല. കാരണം ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ പോർട്ടലിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും സെറ്റായിട്ടില്ല. സോ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും അഡിയോസ് ഫ്രം എംർ ചാർലി സൈനിങ് ഓഫ്.